പോയി രാജാവിനോട് വിവരം പറയണം, അറിയിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പോവുകയാണ്. പോട്ടെ, ഇനിയും ഇവിടെ ശമീകൻ എന്ന് പറയുന്ന ഒരു സന്യാസിയുടെ കാര്യം പറഞ്ഞു. ഈ സന്യാസിയുടെ കഴുത്തിലേക്ക് എന്തിനെ കോരിയിട്ടു? ചത്തപാമ്പ്. എന്തുകൊണ്ടാ കോരിയിട്ടത്? വില്ലുകൊണ്ട്. ഞാൻ പറഞ്ഞു അമ്പ് കൊണ്ട് കോരിയിരുന്നായിരുന്നു എളുപ്പം, പക്ഷെ ചെയ്യാതെ വ്യാസൻ ചെയ്യിച്ചത്. അപ്പൊ ഈ ശമീകൻ ആരാ? നമ്മളൊക്കെയാ. ഈ കസേരയിൽ ഇരിക്കുന്നവരെല്ലാരും ശമീകന്മാരാ. പക്ഷെ ആ ശമീകനാണെന്നുള്ള കാര്യം മറന്നുപോയി. കാര്യം ആ ശമീകന്റെ പുറത്തേക്ക് ഒരു ചത്തപാമ്പിനെയും ചുമന്നുകൊണ്ട് നടക്കുക നമ്മൾ. ഏതാ ഈ ചത്തപാമ്പ്? ഈ ശരീരം. ഈ ശരീരമാകുന്ന ചത്തപാമ്പിനെയും കൊണ്ട് നടക്കുന്ന ശമീകന്മാരാണ് ആര്? നമ്മളെല്ലാം. ആട്ടെ, ഇതാരാ കോരിയിട്ടത്? അവിടെ വില്ലാണ്. വില്ല് ഏതിൻ്റെ ആയുധമാണ്? കയ്യാണ്, കർമ്മമാണ്. അപ്പൊ കർമ്മത്തിൻ്റെ ഫലമാണ് ഏതായിട്ട് കോരിയിട്ടത്. അതുകൊണ്ടാണ് വില്ലുകൊണ്ട് കോരിയിട്ടു എന്ന് പറഞ്ഞത്. ഓരോരുത്തർക്കും ഈ ചത്തപാമ്പിനെ കിട്ടിയത് എങ്ങനാ? പൂർവജന്മങ്ങളിൽ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ ഏത് കിട്ടിയിരിക്കുന്നത്? ഈ ശരീരം. ഈ കർമ്മങ്ങളെല്ലാം, ഫലങ്ങളെല്ലാം ഈ ശരീരം കൊണ്ട് അനുഭവിക്കേണ്ടെന്നത് അനുഭവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഏത് കളയും? ഈ ശരീരം കളഞ്ഞിട്ട് അടുത്ത ശരീരം സ്വീകരിക്കും. എന്തിനാ? ബാക്കിയുള്ളത് അനുഭവിക്കാൻ. അത് കഴിയുമ്പോൾ അടുത്തത്. ഇങ്ങനെ പോവുക. ഇതൊരു സർക്കിളാണ്. അപ്പൊ ചുരുക്കത്തിൽ ഇപ്പോൾ മനുഷ്യ ശരീരത്തിൽ നിന്നുകൊണ്ട് ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ചില കർമ്മഫലങ്ങൾ അനുഭവിക്കുന്നു. ആട്ടെ, ഈ വാഹനം അല്ലെങ്കിൽ ഈ വണ്ടി, ഇതിനെത്ര വീലാ ഉള്ളത്? അതും അറിയില്ലേ? അത് സംശയം വരും സാറേ. അതെന്താണെന്നറിയാമോ? രാവിലെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ 2 വീലറാണ്. 6 മണി കഴിയുമ്പോൾ വന്ന് കയറുന്ന ഏത് വീലയിലാ? 4 വീലയിലാ. അപ്പൊ സംശയം വരും. അതെനിക്കത്. അപ്പൊ ഇത് 2 വീലറാണ്. ചോദിക്കട്ടെ, 2 വീലർ മേടിച്ചു കഴിഞ്ഞാൽ അടുത്ത ആഗ്രഹം എന്താ? അല്ലേ? അപ്പൊ ഇപ്പൊ 2 കാലയിലാണെങ്കിൽ അടുത്ത ജന്മം എത്ര കാലയിലായിരിക്കും? 4 കാലയിൽ. അപ്പോഴായിരിക്കും പട്ടി പൂച്ചയായിട്ടൊക്കെ ഇതിലെ പോകുന്നത്. 4 വീലുള്ള വണ്ടി മേടിച്ചു കഴിയുമ്പോഴോ പോരാ, 4 വീൽ, 6 വീലിന്റെ വണ്ടി വേണം. അപ്പോഴാണ് ഷഡ്പദങ്ങൾ. അതുപോലെ എനിക്ക് 8 വീല് വേണം, 8 കാലി. എനിക്ക് വലിയ ട്രെയിലർ വണ്ടിയാ പിന്നെ മേടിക്കേണ്ട ആഗ്രഹം. അപ്പോഴാണ് അട്ട, പുഴു, ഇഷ്ടം പോലെ വീലുണ്ട്. ഇങ്ങനെ പോകും. ഞാൻ പറഞ്ഞതല്ല. ഈച്ച ചത്തൊരു, ഞാൻ പറഞ്ഞൊന്നുമല്ല. ഈച്ച ചത്തൊരു പൂച്ചയായി പിറക്കുന്നു. നാരി ചത്ത്, നരൻ ചത്ത്, പറ കറക്റ്റ്. ഏതാ? നരൻ ചത്ത് നരിയായി പിറക്കുന്നു. നരൻ മനുഷ്യൻ, ആ പുരുഷൻ എന്നർത്ഥം. പുരുഷൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പിറക്കുന്നത് നരി എന്ന് പറഞ്ഞാൽ കടുവയാ, വ്യാഘ്രം. പക്ഷെ നാരി ചത്തൊരു ആരാ? ഓരി. ഓരി എന്ന് പറഞ്ഞ ആരാ? ആ കുറുക്കൻ. എന്താ കാര്യം? കുറുക്കനൊരു സ്വഭാവമുണ്ട്. ചുമ്മാ ഇരുന്ന് ഒന്ന് ഓരിയിട്ടോണ്ടിരിക്കും. ഇതേപോലെ ആരുടെ സ്വഭാവം ഇവിടെ ഇരുന്നോണ്ട്? അതുകൊണ്ട് കൃത്യമാവാതെ. അപ്പോ ഈ കർമ്മഫലങ്ങളെ അനുഭവിക്കാനാണ് നമുക്ക് ഓരോരുത്തർക്കും ഈ ശരീരം ഓരോ തവണയും കിട്ടിയത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ശമീകൻ എന്ന് പറയുന്നത് നമ്മളാ. ഈ ചത്തപാമ്പിനെയും ഇട്ടുകൊണ്ട് നമ്മൾ നടക്കുന്നു. ഉള്ളിലൊരു ആത്മസ്വരൂപമുണ്ട് എന്നർത്ഥം. ആ ആത്മസ്വരൂപമാണ് ആര്? ശമീകൻ. ആ ചൈതന്യത്തിന്റെ പുറത്തേക്ക് കോരിയിട്ടിരിക്കുന്ന ചത്തപാമ്പാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം എന്നർത്ഥം. അങ്ങനെ ഏതായാലും രാജാവിനോട് ചെന്ന് പറഞ്ഞെന്താ? ഇന്നേക്ക് 7-ാം ദിവസം അങ്ങ് തക്ഷകന്റെ ദംശനമേറ്റു മരിക്കും. ഇത് കേട്ട ഉടനെ തന്നെ പരീക്ഷിത്ത് മഹാരാജാവ് സന്തോഷിച്ചു എന്നാ പറഞ്ഞത്. നമ്മളാണേലോ അപ്പൊ തന്നെ ചിലപ്പം കാറ്റുപോകും. ഇവിടെയാണ് കിളിപ്പാട്ടും ഭാഗവത മൂലവും തമ്മിലുള്ള വ്യത്യാസം. കിളിപ്പാട്ടിൽ പറയുന്ന പരീക്ഷിത്ത്
ഈ വാക്ക് കേട്ടപ്പോൾ ഭയന്നു. ഗംഗാനദിയുടെ തീരത്ത് 7 നില മാളിക കെട്ടി അതിന് മുകളിൽ പാത്തിരുന്നു. അത് ഏതിലെയാ? ദേവി ഭാഗവതം മൂലഗ്രന്ഥത്തിലെ പരീക്ഷത്തിനെ അങ്ങനെയാ കാണിച്ചത്. ആ പരീക്ഷത്തിനെയാണ് എഴുത്തച്ഛൻ എടുത്തത്. അതുകൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഏതായാലും നമ്മൾ മൂലമായതുകൊണ്ട് മൂലത്തിലൂടെയാ പോവുക. അതുകൊണ്ട് ഇത് കേട്ട ഉടനെ തന്നെ ആര് സന്തോഷിച്ചു? പരീക്ഷിച്ച്. കാര്യം എന്താ? ഇനി 7 ദിവസവും കൊണ്ട് ഇതും ചുമന്നുകൊണ്ട് നടന്നാ മതിയല്ലോ. ഇനി ഉറപ്പായി. ഉടൻ തന്നെ തൻ്റെ വംശത്തിലുള്ള ഗുരുക്കന്മാരെ എല്ലാം വിളിച്ചിട്ട് ചോദിച്ചു, ഇനി ഞാൻ എന്താണ് ചെയ്യാൻ? മരണമടുത്തവൻ്റെ കർമ്മം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മരണമടുത്തവൻ ചെയ്യേണ്ടുന്നത്, മരണം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നീട് പ്രായോപവേശം അനുഷ്ഠിക്കണം. എന്താ പ്രായോപവേശം? പ്രായ ഉപവേശം എന്നാണ്. ഉപ എന്നുള്ള വാക്കിനർത്ഥം അടുത്ത് എന്നാണ്. ആവേശം എന്ന് പറഞ്ഞാൽ ഇരിക്കൽ. പ്രായ മിക്കവാറും. അപ്പോൾ മുഴുവൻ സമയവും ആരോട് ചേർന്നിരിക്കണം? ഭഗവാനോട് ചേർന്ന്. ഉപവാസം എടുക്കുക എന്ന് പറഞ്ഞാലോ? അതാണോ ഉപവാസം? അല്ല. ഉപവാസം അടുത്ത് വസിക്കുക എന്നാണ്. അതിന് ഭക്ഷണം കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. രാഷ്ട്രീയക്കാർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഉപവാസം നടത്താറില്ലേ? അതിൻ്റെ പേരെന്തുവാ? ഉപവാസം. അർത്ഥം അറിയാതെയാണ് എടുത്ത് കയറ്റി വെച്ചിരിക്കുന്നത്. ഇപ്പൊ കംപ്ലീറ്റ് യജ്ഞവാ. എല്ലായിടത്തും പേര് കൊടുത്തിരിക്കുന്ന ഏതിനാ? യജ്ഞമെന്നാ. വന്ന് ഇപ്പൊ സൈക്കിൾ യജ്ഞം കൂടായി അല്ലേ? അപ്പോ ഉപവാസം എന്ന വാക്കിനർത്ഥം ഭക്ഷണം കഴിക്കാതിരിക്കുക, അതൊക്കെ സെക്കൻഡറി. ഏത് സമയവും ആരോടടുത്ത്? ഭഗവാനോട് ചേർന്നിരിക്കുക, അല്ലെങ്കിൽ ഭഗവത് കഥകളെ കേട്ടുകൊണ്ടിരിക്കുക, ഭഗവത് നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ഭഗവത് ചിന്തയോട് പൂർണ്ണ സമയം ഇരിക്കുന്നതിന് പറയുന്ന പേരാണ് ഏത്? ഉപവാസം. ഇവിടെ പ്രായോപവേശം എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞതാ. ജലപാനം പോലും ഇല്ലാതെ, വെള്ളം പോലും താഴേക്ക് ഇറക്കാതെ സകല സമയവും ആരെക്കുറിച്ചോർത്ത്? അത് ഓർത്തിരിക്കുക. ഭഗവത് സജ്ജനങ്ങൾ വന്നാൽ അവരിൽ നിന്നും ഭഗവത് കഥകളെ കേൾക്കുക. അങ്ങനെ ശരീരം ഉപേക്ഷിക്കുന്നത് വരെയും ശരിക്കും ആത്മാരാമനായിരുന്നു കൊണ്ട് ഭഗവാനെ ജപിച്ച് സ്മരിച്ച് ഇരിക്കുന്നതിന് പറയുന്ന പേരാണ് ഏത്? പ്രായോപവേശം. ഉടനെയുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞു. കാരണം എന്താ? ഇനി തനിക്കധികം ഇല്ല. അതിനനുസരിച്ച് ഒരുക്കി. അവിടെ സജ്ജനങ്ങളെല്ലാം കൂടി ഓരോരുത്തരും നാമജപങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ആരംഭിക്കാൻ പോവുകയാണ്. ഉടൻ തന്നെ തൻ്റെ പുത്രനായിരിക്കുന്ന ആ ജനമേജയനെ യുവരാജാവായിട്ട് വാഴിച്ചു. അതിനുശേഷം നേരെ ആ പ്രായോപവേശം ആരംഭിച്ചു. അതങ്ങോട്ട് ആരംഭിച്ച് അല്പസമയം കഴിഞ്ഞപ്പോൾ ആ സ്ഥലത്തേക്ക് അവധൂത വേഷത്തിൽ ഒരാൾ എത്തുകയാണ്. ആരായിരുന്നു? വ്യാസപുത്രനായിരിക്കുന്ന ശുകബ്രഹ്മർഷി. പ്രായോപവേശം ചെയ്തുകൊണ്ടിരിക്കുന്നയാൾ എഴുന്നേറ്റ് എന്ന് സ്വീകരിക്കണ്ട. അവിടെ ഇരുന്നു കൊണ്ട് തന്നെ രാജാവ് നമസ്കരിച്ചു. ശ്രേഷ്ഠമായ ഇരിപ്പിടം ആർക്ക് നൽകി? പരീക്ഷിത്ത് ഈ ശുഗന് കൊടുത്തു. അതെല്ലാം ഇരുന്നു അർഘ്യാചമന പൂജാദികളെല്ലാം ചെയ്തു. അതിനുശേഷം സമചിത്തനായി തീർന്ന ശുകബ്രഹ്മർഷിയോട് അവിടെ വെച്ച് പരീക്ഷിത്ത് മഹാരാജാവ് ഒരു ചോദ്യം ചോദിച്ചു. ചോദ്യം ഇതായിരുന്നു: മരണമടുത്തവൻ്റെ കർത്തവ്യം എന്ത്? എന്താ ചോദ്യം? മരണമടുത്തിരിക്കുന്നവൻ്റെ കർത്തവ്യം എന്ത്? ഈ ചോദ്യത്തിന് നൽകുന്ന ഉത്തരമാണ് ഏത്? ഭാഗവതം. ഒരൊറ്റ ചോദ്യം, ആ ചോദ്യത്തിൻ്റെ ഉത്തരം. പക്ഷേ അതേ സംബന്ധിച്ച് പറഞ്ഞു വരുമ്പോൾ പല പല സംശയങ്ങൾ വരുമ്പോൾ വേറെ ചോദ്യങ്ങൾ ചോദിക്കും. പക്ഷെ അടിസ്ഥാനമായിട്ട് എന്തേ ഉള്ളൂ? ഒരു ചോദ്യം: മരണമടുത്തവൻ്റെ കർത്തവ്യം എന്തെന്ന്. ഈ ചോദ്യം പരീക്ഷത്തിനൊക്കെ അങ്ങ് വിടുക. നമ്മളോടാ ചോദിക്കുന്നതെങ്കിലോ? ഇപ്പൊ നിങ്ങളോട് ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ, മരണമടുത്തവൻ്റെ കർത്തവ്യം എന്താ? കുഴഞ്ഞു. നമ്മളപ്പം ചോദിക്കാൻ, അതിന് നമുക്കിപ്പോ ഒഴങ്ങും. ആ മരണമില്ലല്ലോ,
ഉണ്ടോ? അതല്ലേ നമ്മുടെ ധാരണ. നമുക്കിപ്പം മരിക്കത്തൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണല്ലോ അപ്പുറത്തെ വീട്ടിലെ നാരായണൻ നായർ മരിച്ച് 9-ാം ദിവസം ഇഡലിയും സാമ്പാറും കഴിക്കുക. നാരായണൻ നായരൊക്കെ 10 വയസ്സ് കൂടുതലുള്ള ആളാ. സഞ്ചയനത്തിന് ഇഡലിയും സാമ്പാറും ആരുടെ കഴിക്കുന്നത്? എന്നിട്ട് പറയാം നല്ല മനുഷ്യനായിരുന്നു, എന്നാലും പോയല്ലോ. എന്താ ഇങ്ങനെയൊന്നും ഇവിടെ ഓർത്തോളുക. പരീക്ഷത്തും നമ്മളും തമ്മിൽ ഏക വ്യത്യാസം, പരീക്ഷത്തിന് ഇന്ന ദിവസം മരിക്കുമെന്ന് ഉറപ്പുണ്ട്. നമുക്കോ ഉണ്ടോ? ഇപ്പം വേണേ നമ്മുടെ കാറ്റ് പോകാം. ചിലപ്പോൾ സപ്താഹമെല്ലാം കേട്ടിട്ട് പോകുന്ന വഴിക്കായിരിക്കും പിടിക്കുന്നത്. അതുകൊണ്ട് നാളത്തോട്ട് വരാതിരിക്കരുതേ. കാരണം എന്താ, ഇവിടെ പരീക്ഷത്തും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, പരീക്ഷത്തിന് ക്ലിപ്തമാണ്, നമുക്ക് ക്ലിപ്തതയില്ല ഏത് സമയമോ. ഇനി അടുത്ത ചോദ്യം, ജനിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ പോകുന്നത് എങ്ങോട്ടാ? അത് പറയാവോ? ഓരോരുത്തരും ജനിച്ചു കഴിഞ്ഞാൽ പൊയ്ക്കോ അടുത്തോണ്ടിരിക്കുന്ന എങ്ങോട്ടാ? മരണത്തിലേക്കാ. ഇന്ന് രാവിലെ 9 മണിക്ക് ഇവിടെ ഒരാൾ വന്നിരുന്നാൽ ഇപ്പം മണി 11:30 2 മണിക്കൂറിലൂടെ എങ്ങോട്ടടുത്തു? അതറിയാവോ? ഒരു കൃത്യം ദിവസം പറഞ്ഞാ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. ആ ദിവസം ആകുമ്പം ലെറ്ററുമായിട്ട് ആര് വരും? രജിസ്റ്റേർഡ് ലെറ്ററാ. ഓതറൈസേഷൻ നടക്കില്ല. പോകേണ്ട ആള് തന്നെ ഇന്ന ദിവസം ഇത്രാം തീയതി മരിക്കുമെന്ന് എഴുതപ്പെട്ട ഇങ്ങോട്ട് വിട്ടത്. എറിഞ്ഞ കല്ല. അതിൻ്റെ ദൂരപരിധി എത്രയാണോ അത്രയും സഞ്ചരിച്ചാൽ ആ കല്ല് താഴെ വീഴുന്നത് കോസ്മിക് ലോയാ. അതിന് മാറ്റമില്ല, വീഴുക തന്നെ ചെയ്യും. അത് കൂട്ടാനും പറ്റില്ല, കുറയ്ക്കാനും പറ്റില്ല. കേട്ടിട്ടുണ്ടോ നാരായണത്തെ ഭ്രാന്തനെ? ആ മലയിൽ കിടന്ന് 1000 നെല്ലിമല്ല നിരകളിൽ എല്ലാ ദിവസവും രാവിലെ എന്ത് ചെയ്യും? കല്ലുരുട്ടിക്കൊണ്ട് മേളിക്കൊണ്ട് വെക്കും. ഒരു തരത്തിൽ സന്ധ്യയാകുമ്പോൾ ഒരു പാറയും കൊണ്ട് ചെല്ലുന്നത്. എന്നിട്ട് ഇറങ്ങാൻ നേരത്ത് ഒരൊറ്റ തള്ളും. എങ്ങോട്ടേക്ക്? താഴോട്ട്. ഇത് പോകുന്ന കണ്ട് കൈകൊണ്ടിച്ചിരിക്കും. ഇത് കാണിക്കുന്ന കണ്ട് നമ്മൾ വിളിച്ചു പറഞ്ഞു ഭ്രാന്തൻ. എന്നിട്ട് ഇങ്ങേർക്കൊരു സ്വഭാവമുണ്ട്. തിരിച്ചിറങ്ങി വരുമ്പോൾ ഒരു കലവും കാണും, ഒരു പാത്രവും കാണും, തവി. ഇതുമായിട്ട് വരും. ആദ്യം കാണുന്ന ഒരു വീട്ടിൽ കയറും, ഭിക്ഷ യാചിക്കും. അവിടുന്ന് കിട്ടുന്ന അരിയും വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴുകി വെള്ളത്തിലിട്ട് ആദ്യം കാണുന്ന ചുടല ഏതാണോ ആ ചുടലയിൽ കയറിയിരിക്കും. അവിടെ ഏത് ശവത്തിൻ്റെ കീഴിലാണോ വിറക് കത്തുന്നത് അവിടെ നിന്നും വിറകെടുത്ത് അടുപ്പ് കൂട്ടി കഞ്ഞി വെച്ച് കുടിക്കും. അവിടെ കിടന്ന് ഉറങ്ങും. അത് കഞ്ഞി കുടിക്കുന്നത് ചൂട് കഞ്ഞി വാരിയിടുമെന്നാണ് പറയുന്നത്. ആറാനൊന്നും സമയമില്ല, കലത്തിൽ നിന്ന് തന്നെയാണ് കുടിക്കുന്നത്. ഇത് സ്ഥിരം പരിപാടിയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു ചുടലക്കാട്ടിൽ ഇങ്ങനെ കിടക്കുക. ഏതാണ്ട് 2 മണിയായി. കഞ്ഞി വെച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഈ ചുടലകളെയൊക്കെ നോക്കുന്ന ഒരു ദേവിയുണ്ട്. അതും ഡിപ്പാർട്ട്മെന്റ് ദേവിക്ക. ആ ദേവിയുടെ പേര് ചുടല ഭദ്രകാളി എന്നാണ്. ഇവരെല്ലാ ദിവസവും ഓരോ ശ്മശാനങ്ങളിൽ എന്തുണ്ട്? വിസിറ്റ് ഉണ്ട്. ഇന്ന് വിസിറ്റിന് വന്നത് എവിടാ? ഈ നാരായണത്ത് ഭ്രാന്തൻ കയറിയിരിക്കുന്നിടത്ത്. അവരിതെല്ലാം മുക്കും മൂലയൊക്കെ പരിശോധിച്ചു. ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ഇവർ ഓരോ ചുടലയിലും എത്തിക്കഴിയുമ്പോൾ അന്നൊരു നൃത്തം ചവിട്ട് എവിടെ ഉണ്ട്? ഈ ശ്മശാനത്തിലുണ്ടാവും. അങ്ങനെ നൃത്തം ചവിട്ടാനായിട്ട് ഇവരെല്ലാം വേഷമൊക്കെയാണ്. ഇവരുടെ വേഷം തന്നെ മുഴുവൻ സിനിമാറ്റിക് ഡാൻസുകാരുടെ വേഷമാണ്. തുണി ഉണ്ടെന്ന് വേണേ പറയാം. ആ രൂപത്തിൽ അവരങ്ങനെ തുള്ളാനായിട്ട് ഒരുങ്ങിയപ്പോഴാണ് മൂലയ്ക്കൊരുത്തൻ ഇരിക്കുന്നു, കഞ്ഞിയും വെച്ചുകൊണ്ട്. ഓടിച്ചു, ആരാ നീ എന്ന് ചോദിച്ചു. ഞാൻ നാറാണ്. എന്താ ഇവിടെ ഇരിക്കണത്? അത് ഞാനിവിടെ കഞ്ഞി വെക്കുക. അത് പറ്റത്തില്ല, ഞങ്ങൾക്ക് ഇവിടെ ഡാൻസ് ചെയ്യണം, ഞങ്ങളുടെ സ്ഥലമാണ്, ഇവിടുന്ന് പോകാൻ പറഞ്ഞു. ഞങ്ങൾ പോയി, ഞാൻ പോകില്ല, എനിക്ക് ഇവിടുന്ന് കഞ്ഞി വെക്കാൻ പറ്റും. അത് പറ്റത്തില്ല, ഞങ്ങൾ കയറി വരുന്ന ഈ ഭരണകാർത്തികളായിരിക്കുന്ന ദേവിമാരാണ്, ഞങ്ങൾ ഇന്നത്തെ വിസിറ്റ് നടക്കുന്ന ചുടലയിൽ വേണം ഞങ്ങൾ എന്ത് ചെയ്യാൻ? നൃത്തം ചവിട്ടാൻ. അങ്ങനെ ഒരു നിയമം ഞങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങൾ തുള്ളിക്കോ, അത് ഞങ്ങൾ മനുഷ്യരെ കണ്ടാൽ തുള്ളത്തില്ല, തുള്ളണ്ട, പോകത്തില്ല. തർക്കമായി. അവസാനം പലതരത്തിലുള്ള ഭീകര ദൃശ്യങ്ങളൊക്കെ കാണിച്ചു. ആരെ വരട്ടാൻ? ഈ നാരായണത്തിനാണ്. ഇവരെവിടൊക്കെ എന്തൊക്കെയോ കാണിക്കുന്നു. ഇതൊന്നും കണ്ട് ആരെ ഭയപ്പെടുത്താൻ പറ്റുന്നില്ല. ഈ നാരായണത്ത് ഭ്രാന്തന് അവസാനം ഇവർക്ക് മനസ്സിലായി ഇവൻ അസാമാന്യനാണ്. അപ്പൊ ദേവിക്ക് ഇഷ്ടമായി. വിളിച്ചു. നിന്റെ ധൈര്യമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ
ഞങ്ങൾക്ക് ഉറപ്പായി നീ മിടുക്കനാണ്, അതുകൊണ്ട് നിനക്കൊരു വരം തരാൻ പോവാ. അപ്പം ഭ്രാന്തൻ പറഞ്ഞു എനിക്ക് വരമൊന്നും വേണ്ട, പൊക്കോളാം. അതല്ല, ഇങ്ങനെയുള്ള ആളിനെ കണ്ടാൽ വരം കൊടുത്തില്ല ഞങ്ങൾക്കാ കുഴപ്പം എന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടതല്ല, അല്ല നീ വരം മേടിക്കണം. എന്നാൽ നിർബന്ധമായി. എന്നാൽ ശരി, ഞാൻ എന്നാ മരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു 1935 ഏപ്രിൽ മാസം 14-ാം തീയതി രാവിലെ 2 മണിക്ക്, അല്ല ഉച്ചയ്ക്ക് 2 മണിക്ക് മരിക്കും. ഉറപ്പാണോ? ഒരു കാര്യം ചെയ്യും, 2:10 മരിച്ചാൽ മതി. 10 മിനിറ്റ് കൂടെ എന്ത് ചെയ്യണം? ഒരു എക്സ്റ്റൻഷൻ. അപ്പോൾ അയ്യോ അത് പറ്റത്തില്ല, ഞങ്ങളെ കൊണ്ട് കൂട്ടാനൊന്നും പറ്റത്തില്ല, ഉള്ള കറക്റ്റ് സമയത്ത് തന്നെ പോരണം. എന്നാൽ എനിക്കൊരു നിങ്ങളുടെ വരമൊന്നും വേണ്ട, പൊക്കണം. അതല്ല, നീ വേറെ എന്തെങ്കിലും ഒരു വരം മേടിക്കുക. എന്നാൽ ഒരു കാര്യം ചെയ്യും, 2 മണിക്കല്ലേ മരിക്കുന്നത്, എന്നാൽ ഒരു കാര്യം ചെയ്യും, 1:55 പറഞ്ഞു. 5 മിനിറ്റ് നേരത്തെ. അപ്പം അവർ പറഞ്ഞു ഞങ്ങൾക്ക് കൂട്ടാനും പറ്റത്തില്ല. പിന്നെന്ത് വരാ നിങ്ങൾ തരുന്നത്? അതല്ല, നീ എന്തെങ്കിലും വരാം. എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വാരം ചോദിച്ചാൽ, ഇത് എൻ്റെ വലത്ത് കാലിൽ ഒരു മന്തിരിപ്പുണ്ട്, അതെടുത്ത് എങ്ങോട്ടാക്കണം? പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ആയുസ്സിൻ്റെ പരിമാണം ദീർഘം വരുത്താനോ ഹ്രസ്വമാക്കാനോ ഒരു ദേവനെ കൊണ്ടും സാധ്യം. എഴുതപ്പെട്ടിങ്ങോട്ട് വിട്ടതാ. ഒരു വെറും ഹിരണ്യകശിപുവിൻ്റെ കഥയിൽ പറയും, സത്രത്തിൽ കാണുന്ന ബന്ധം മാത്രമേ ഉള്ളൂ. തിരുവനന്തപുരത്ത് നിന്നും ഒരാൾ കോട്ടയം വരെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ട്രെയിനിൽ, കോട്ടയം വരെ ഇരിക്കുന്ന സീറ്റ് ആരുടെയാ? എൻ്റെയാ. ഒറ്റ ഒരുത്തനെ അവിടെ ഇരുത്തുമോ? ഇല്ല. കോട്ടയത്ത് വണ്ടി എത്തിയാലോ? വണ്ടിയെ ഇറങ്ങും. വണ്ടി എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും? അപ്പോൾ ഇറങ്ങേണ്ടടുത്ത് ഇറങ്ങിയേ പറ്റൂ. അത് എഴുതി മേടിച്ചതാ, അതുകൊണ്ട് അത് സാധ്യമല്ല. അപ്പോൾ പിന്നെ ഇവിടെ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും മുമ്പോട്ട് പോകുമ്പോൾ ഓർത്തോളുക, നമ്മുടെ ആയുർദൈർഘ്യം എത്ര മണിക്കൂറാണോ ഉള്ളത്. ഇപ്പോൾ 75 വയസ്സിൽ ഒരാൾ മരിക്കുമെങ്കിൽ അയാളുടെ ജീവിതകാലം എത്ര മണിക്കൂർ ഉണ്ടാവും? 75 × 24, അല്ല 24 × 365, ഇത്രയും മണിക്കൂറാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടോ? അപ്പം ഇന്ന് 2 മണിക്കൂർ ഇവിടെ ചിലവാക്കിയെങ്കിലോ ടോട്ടലുള്ളതിൽ നിന്ന് എത്ര കുറഞ്ഞു? അപ്പോൾ ജനിച്ചു കഴിഞ്ഞാൽ നാം ഓരോരുത്തരും പോകുന്ന എങ്ങോട്ടേക്കാ? ഇപ്പം അങ്ങനല്ല പറഞ്ഞു. 60 വയസ്സ് കഴിഞ്ഞാൽ ചോദിക്കുക, സാറേ റിട്ടയർ ആവുമല്ലേ ഈ വർഷം? അതെ, 60 വയസ്സായി, റിട്ടയർ ചെയ്യുക. ഇനി എന്നാ അടുത്ത പരിപാടി? ഇത്രയും നാളും ഞാൻ ജീവിച്ചില്ല, ഇനി എനിക്കൊന്ന്. ജനിച്ചു കഴിഞ്ഞാൽ ഇന്ന് വരെയും ആരും ജീവിച്ചിട്ടില്ല. ഓരോരുത്തരും എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ജനിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ മരിച്ചുകൊണ്ടിരിക്കുക, ദിവസം കുറയുക. അതുകൊണ്ട് ആ ബോധി എല്ലാവരും താഴ്ത്തു വെച്ചേക്കുക. ഏതായാലും ഇവിടെ മരണമടുത്തവൻ്റെ കർത്തവ്യം എന്തേ എന്നുള്ള ചോദ്യം അപ്പോൾ കേവലം പരീക്ഷത്തിനെ മാത്രം ബാധിക്കുന്നതല്ല, പിന്നെ ആരെയാ? കാരണം നമ്മൾ ഓരോരുത്തരും പോകുന്ന എങ്ങോട്ടേക്കാ? മരണത്തിലേക്ക്. ആട്ടെ, ചൂരക്കുളങ്ങരക്കാരെ മാത്രം ബാധിക്കുന്നതാണോ? അല്ല. ഏറ്റുമാനൂർ താലൂക്കുകാരെ? അല്ല. കോട്ടയം ജില്ലക്കാരെ? കേരള സംസ്ഥാനക്കാരെ മാത്രം? ഇന്ത്യ മുഴുവൻ, ലോകം മുഴുവൻ, സമസ്ത ജീവരാശികളെയും ബാധിക്കുന്ന ചോദ്യം. ഇതിന് പറയുന്ന പേരാണ്, ഏത് കാലത്തും പ്രസക്തമായ ചോദ്യം, ഏതാളിനും സർവജനീനമായ സാർവകാലികമായ ചോദ്യം. ഇതുപോലൊരു ചോദ്യം ലോകത്താരും ചോദിച്ചിട്ടില്ല. മരണമടുത്തവൻ്റെ കർത്തവ്യം. പക്ഷേ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? ഒരാൾ പറയുക, ഇന്ന ദിവസം ഡോക്ടർ പറഞ്ഞു 3-ാം തീയതി മരിക്കും, ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കർത്തവ്യം ഇനി എന്താന്ന് വെച്ചാൽ നമ്മളെന്താ ചെയ്യുക? ഇപ്പം എന്നോടാ, നിങ്ങളെ ആരുമല്ല, പേടിക്കണ്ട. എന്നോട് ഡോക്ടർ പറഞ്ഞു നാളെ 10 മണിക്ക് തീരും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചാൽ, അയ്യോ ഇനിയിപ്പോൾ എന്താ കർത്തവ്യം? ഞാനാണ് എന്ത് ചെയ്യും? നിങ്ങളും ഏകദേശം അതുപോലെ ആയിരിക്കും. പറയാനുള്ള മടി കൊണ്ട് ആ മടി അങ്ങ് മാറ്റി തരാം. എന്നോട് പറയുക, അങ്ങനെ മരണമടുത്തു എന്ന് വന്നാൽ എൻ്റെ കർത്തവ്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് നേരെ ചങ്ങനാശ്ശേരി സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് പോകും. നേരെ അവിടെ ചെന്നിട്ട്
എൻ്റെ സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം എൻ്റെ ഭാര്യയുടെയും എൻ്റെ മക്കളുടെയും ഒക്കെ പേരിൽ എഴുതി വെക്കും. അതിൻ്റെ അടിയിൽ ഒരു ലൈനൂടെ കൂട്ടി വെക്കും. ഏത് വരിയ? കാലശേഷം നാളെ 10 മണിക്ക് മരിക്കാൻ പോവുക. അപ്പോഴും ഞാൻ എഴുതി വെക്കുന്ന അടിയിൽ എന്തോന്നാ? കാലശേഷം. ചുരുക്കത്തിൽ മരണം തൊട്ട് മുമ്പിൽ വന്നാലും ഏതിനെ അംഗീകരിക്കില്ല. അതല്ലേ അതിൻ്റെ സത്യം. മരണത്തെ നാം അംഗീകരിക്കില്ല. ചക്ഷുശ്രവണകളസ്ഥമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കും പോലെ കാലാകിനാപരിഗ്രസ്തമാം ലോകവും ആലോലചേതസാ ഭോഗങ്ങൾ തേടുന്നു. ഇത്തവണത്തെ 10ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട് പിള്ളേർക്ക്. ഏതാ ഇത്? ഹരിനാമകീർത്തനത്തിലെ വരിയല്ലേ? പിന്നെ ഏതിലെയാ? എൻ്റെ ഓർമ്മക്കുറവാ. ചക്ഷുശ്രവണകളസ്തമാം ദർദുരം. ചക്ഷുശ്രവണൻ ആരാ? പാമ്പ്. പാമ്പിന്റെ കഴുത്തിലകപ്പെട്ട ദർദുരം തവള. ഈ പാമ്പിനൊരു പ്രത്യേകതയുണ്ട്. പാമ്പ് തവളയെ പിടിക്കുന്നത് എവിടാ? നേരെ മുമ്പിലാണോ? അല്ല. പൊളവൻ വന്ന് പിന്നിലൂടെ വന്ന മുതുക് ഭാഗത്തിട്ട് പിടിക്കുമ്പോൾ ആദ്യത്തെ സമയം ഈ തവള എന്ത് ചെയ്യും? വായിലിരുന്നോണ്ട് കുറച്ചിലയ്ക്കും വിടറാ 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 എന്നൊക്കെ പറയും. പക്ഷെ ഇതുകൊണ്ടൊന്നും ആരും വിടില്ല. ഓരോ നിമിഷവും ഈ പാമ്പ് അല്ലെങ്കിൽ തവള ആരുടെ വായിലേക്ക് ഇറങ്ങുക. എത്ര വലിയ ഇരയാണെങ്കിലും, അതാണ് പാമ്പിന്റെ ജോയ്ക്കുള്ള പ്രത്യേകത. എത്ര വലിയ ഇരയാണെങ്കിലും അതിനനുസരിച്ച് ഇത് വികസിക്കുമെന്നാണ്. ചവയ്ക്കാറൊന്നുമില്ല. ഈ പാമ്പ് മുന്നോട്ട് കയറത്തേ ഉള്ളൂ. അപ്പോൾ കുറേശ്ശെ ആര് പിന്നിലോട്ടിറങ്ങും? തവള ഇറങ്ങും. ഏതാണ്ട് 3/4 ഭാഗവും ആരുടെ വായിലായി? പാമ്പിന്റെ. ആര്? തവള. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തവള ഒരു കാഴ്ച കണ്ടത്. തൻ്റെ മുമ്പിലൂടെ ഒരു ഈച്ച ഇങ്ങനെ വട്ടവിട്ട് പറക്കുന്നു. അപ്പൊ തവള ആലോചിക്കുക, കഷ്ടം, ആ ഈച്ച വെറുതെ പോവല്ലോ. തവള ആരെ പിടിച്ചു തിന്നുക? ഈച്ച. ഇവൻ പോകുന്നത് എങ്ങോട്ടാ? വലിയ വ്യത്യാസമൊന്നുമില്ല. അതുപോലെ കുറെ തവളകളായി കസേരയിലും ഒക്കെ ഇരിക്കുന്നേ. ഈ തവളകളെല്ലാം എവിടാ പിടിക്കപ്പെട്ടിരിക്കുന്നത്? കാലാഹിനാപരിഗ്രസ്തമാം ലോകവും. കാലമാകുന്ന അഹി, കാലമാകുന്ന പാമ്പ്. ഓരോ നിമിഷവും നമ്മൾ ഓരോ സെക്കൻഡ് കഴിയുമ്പോൾ എങ്ങോട്ട് ഇറങ്ങുക? മരണത്തിലേക്ക് പോവുക. മരണം വന്നെന്ന് പറഞ്ഞപ്പോഴും വീണ്ടും ഭോഗങ്ങളെ നേടാൻ ആലോല ചേതസ ഭോഗങ്ങൾ നേടുന്നു. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാം. ആയുസ്സും ഓർക്ക നീ വന്നി സന്തപ്ത ലോകസ്ഥാമ്പോ ബിന്ദുന. പഴുത്തിരിക്കുന്ന ലോകത്തിലേക്ക് വീഴുന്ന വെള്ളത്തുള്ളി പോലെ ഉള്ളൂ നമ്മുടെ ജീവിതം. കഴിയും. അപ്പോഴും നമ്മൾ ഇതന്നെയാ ശങ്കരാചാര്യം പാടിയത്. അംഗം ഗളിതം ബലിതം തുണ്ടം ദശനവിഹീനം നാസാതുണ്ടം വൃദ്ധോയാതി ഗൃഹീത്വാദണ്ഡം തദപി നമുഞ്ചത്യാശാപിണ്ഡം. കൂനിക്കൂടി വടിപിടിച്ചാ നടക്കുന്നത്. പല്ലു കൊഴിഞ്ഞു. ചക്കെന്ന് പറഞ്ഞ കൊക്കെന്നാ കേൾക്കുന്നത്. ഈ അവസ്ഥയിലെത്തി ആര്? അമ്മാവൻ. അപ്പോൾ അമ്മാവനോട് ചോദിച്ചത്, അമ്മാവ ഇനി എന്താ ആഗ്രഹം? കൊച്ചുമോടെ കല്യാണം കൂടെ ഒന്ന് കാണണം. ആഗ്രഹം നമ്മൾ വിടില്ല. ചുരുക്കത്തിൽ എന്താണ് നമ്മുടെ കർത്തവ്യം? അവിടെ വെച്ച് ഈ ചോദ്യത്തിന് നൽകുന്ന ഉത്തരമാണ് ഏത്? ഭാഗവതം. അർത്ഥാൽ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ ആദ്യം ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണ്. ഇവിടെ മരണം ആർക്കാണ് എന്ന് നാം അറിയുക. ഇവിടെ മരിക്കുന്നതാര്? മരിക്കാത്തവൻ ആര്? ഈ എന്താ നിത്യ അനിത്യ വസ്തു വിവേകം. നിത്യമായിട്ടുള്ളതെന്ത്, അനിത്യമായിട്ടുള്ളതെന്ത്
നശിക്കുന്നതെന്ത്, നിലനിൽക്കുന്നതെന്ത്. വേദാന്തത്തിൻ്റെ ഒരു തത്വമാണത്. നിത്യാനിത്യ വസ്തു വിവേകബോധം. നിത്യമായിട്ടുള്ളതും അനിത്യമായിട്ടുള്ളതും എന്ത് എന്ന് വേർതിരിച്ച് അറിയുക. ആ ഉത്തരമാണ് ആര് പറയാൻ ആരംഭിക്കുന്നത്? ശുകബ്രഹ്മർഷി. പിന്നീട് ദ്വിതീയ സ്കന്ധമാണ്. ഞാൻ അതിൻ്റെ തുടക്കം മാത്രമേ പറയുന്നുള്ളൂ, അറിയാൻ മേലാഞ്ഞിട്ടല്ല. സൃഷ്ടിക്രമമാണ്. ആദ്യമായിട്ട് ഒരു ടച്ചുമില്ലാതെ സപ്താഹം കേൾക്കുമ്പോൾ ഇങ്ങനെ ചില ബേസുകൾ നേടിയെടുത്ത്, എനിക്ക് പറയാൻ മഴിയാഞ്ഞിട്ടില്ല, അത് പറഞ്ഞു വരുമ്പോൾ ഇത്തിരി ഗഹനമാണ്. ചിലപ്പോൾ നമുക്കത് ഫോളോ ചെയ്ത് വരാൻ പാടാണ്. ഈ സൃഷ്ടി എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് തനി വേദാന്തമാണ്. ഏതെങ്കിലും ഇനി അടുത്ത വർഷം വേറെ ആളുകളൊക്കെ വരുന്ന സപ്താഹമൊക്കെ നടത്തട്ടെ. ഒരു 2-3 വർഷം ഇങ്ങനെ ഇതിലെ വിഷയം ഇന്നതാണ് എന്ന് ഒരു ബേസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് അല്ലെങ്കിൽ ഒരു ക്ലാസ് ആയിരിക്കണം. അത്രയും ക്ലാസ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. അതാണ് സൃഷ്ടിക്കണം. എങ്കിലും അതിൻ്റെ പുറമെ ഒരു ഓട്ട പ്രദക്ഷിണം ചെയ്ത് ഞാനിത് പോകാം, പറഞ്ഞു നോക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ അത് വലിയ പാടാണ്. സംശയങ്ങൾ കൂടുതൽ ഉണ്ടാവും. ആ ഒരു സംശയം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാനിരിക്കുമ്പോൾ അത്രയും സമയം പോകും. നോക്കട്ടെ. അങ്ങനെ 2ാമത്തെ സ്കന്ധം മുതലാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞ് ആരംഭിക്കുകയാണ്. ആദ്യം തന്നെ ഈ ചോദ്യം കേട്ട ഉടനെ തന്നെ ആ ചോദ്യത്തെ ശുകബ്രഹ്മർഷി ഒന്ന് പ്രശംസിക്കുകയാണ്. വരീയാനേഷതേ പ്രശ്നകൃതോ ലോകഹിതം നൃപ ആത്മവിത് സമ്മത പുംസാം ശ്രോതവ്യാദിഷു യഹാപര. ശ്രോതവ്യാദിഷു യഹാപര. കേൾക്കേണ്ടുന്നതിൽ വെച്ച് കേൾക്കേണ്ടത് യാതൊരുത്തനെ പറ്റിയാണ്. അതുകൊണ്ട് വരിയാൻ ഏഷത്തെ പ്രശ്നഹാത്തെ അങ്ങയുടെ ഈ ചോദ്യം, വരിയാൻ ബുദ്ധിമാനെ നാം വിളിച്ചത്. കാരണം ഈ ചോദ്യം സാധാരണക്കാരനെ കൊണ്ട് ചോദിക്കാൻ പറ്റില്ല. ആ ചോദ്യമാണ് അങ്ങ് ചോദിച്ചത്. ആ ചോദ്യം അങ്ങയ്ക്ക് വേണ്ടി മാത്രമല്ല ചോദിച്ചത്, അതാണ് ലോകഹിതം. ഇത് ആർക്ക് വേണ്ടി ചോദിച്ചതാ? അങ്ങയ്ക്ക് വേണ്ടിയല്ല, ഈ സമസ്ത ജീവരാശികൾക്കും വേണ്ടി അങ്ങ് ചോദിച്ച ചോദ്യമാണ്. എന്നിട്ട് പറയാണ്, ശ്രോതവ്യാദീനി രാജേന്ദ്ര നൃണാം സന്ധി സഹസ്രശ. കേൾക്കാനായിട്ട് ഇവിടെ ധാരാളം കാര്യങ്ങൾ ഉണ്ട്. എന്താണ്? പക്ഷേ അവശ്യതാം ആത്മതത്വം ഗൃഹേഷു ഗൃഹമേധിന. ഗൃഹങ്ങളിൽ വഹിക്കുന്ന ഗൃഹമേധികൾക്ക്, ഗൃഹമേധികൾ എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം കേൾക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്. പക്ഷേ അതിനിടയ്ക്ക് ആത്മതത്വത്തെ പറ്റി അറിയുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. കാരണം എന്താ? ഈ ഗൃഹസ്ഥന്മാർക്കുള്ള കുഴപ്പം എന്താ? കേൾക്കാൻ പറ്റാത്തത്. അറിയാൻ ധാരാളമുണ്ട്. അറിയാനായിട്ട് നമുക്കൊട്ട് എന്തില്ല. ഇപ്പോൾ 1 മണിക്ക് ഊണ് കഴിഞ്ഞാൽ നമ്മളെല്ലാം എങ്ങോട്ടാ ഓടുന്നത്? വീട്ടിലോട്ട് ഓടുക. കാരണം എന്താ? പണ്ട് 2ാം ക്ലാസ്സിൽ പണ്ടത്തെ ഒരു 80 വയസ്സിന് മുകളിലുള്ളവരെയാണ് ഉദ്ദേശിച്ചത്. ഞാൻ എൻ്റെ അച്ഛൻ്റെ 2ാം ക്ലാസ്സിലെ പുസ്തകം, പഴയ ബുക്കുകളൊക്കെ അടുക്കി പെറുക്കിയപ്പോൾ ഒരു മലയാളം പുസ്തകം കണ്ട് അതെടുത്ത് വായിച്ചു. അതിൽ ഒരു ഡെഫിനിഷൻ, അന്ന് നമ്മുടെ നാട്ടിൽ റബ്ബർ വന്നിട്ടില്ല. തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവരിക, അത് കഴിഞ്ഞാൽ റബ്ബർ വന്നത്. അപ്പോൾ അന്നത്തെ കുട്ടികളായിരിക്കുന്ന എൻ്റെ അച്ഛൻ്റെ പ്രായത്തിലുള്ള, ഇപ്പോൾ ഉണ്ടെങ്കിൽ 85-90 വയസ്സുണ്ടായത്, അദ്ദേഹത്തിൻ്റെ പ്രായത്തിലുള്ളവർക്കുള്ള പുസ്തകമാണ്. അപ്പോൾ ആ പുസ്തകത്തിൽ റബ്ബറിനെ കുറിച്ച് ഒരു ഡെഫിനിഷൻ എഴുതിയിരിക്കുക. വലിച്ചാൽ നീളുന്നതും, പഠിച്ചിട്ടില്ലേ? വിട്ടാൽ, അപ്പം ശരിയാ, ആയ വസ്തുവാണ് ഏത്? റബ്ബർ. അത് പണ്ട്. ഇപ്പം നമുക്ക് ഇവിടോട്ട് എടുക്കാം. വലിച്ചാൽ 1:30 വരെ അമ്പലത്തിലേക്ക് നീളുന്നതും 1 മണിക്ക് വിട്ടാൽ ഏത് സ്ഥിതിയിലെത്തും? പൂർവ്വസ്ഥിതിയിൽ. കാരണം എന്താ? വീട്ടിലെ പല കാര്യങ്ങൾ. ആ കുറ്റമല്ല പറഞ്ഞത്. അതുകൊണ്ട് ഗൃഹമേധികളായിരിക്കുന്ന ആളുകൾക്ക്
കേൾക്കാൻ ഒത്തിരിയുള്ളപ്പോൾ കിട്ടാറുള്ള സമയം അത് മാത്രമോ? ഇവിടെ ഞാൻ പറഞ്ഞല്ല. നിദ്രയാ ഘ്രിയതേ നക്തം വ്യവായേന ജവാവയാ ദിവാചാർത്തേകയാ രാജൻ കുടുംബവരണേനവാ. 100 വയസ്സ് ആയുസുണ്ടെന്ന് വെക്കുക. അതിൽ 50 വയസ്സോളം പ്രായം എങ്ങനെ കളയും? രാത്രി കിടന്ന് ഉറങ്ങിപ്പോവുക ആണോ? നിദ്രയാ ഘ്രിയതേ നക്തം വ്യവായേന ചവാവയ. ബാക്കിയുള്ള സമയം പലതരത്തിലുള്ള വ്യവഹാരങ്ങൾ, കർമ്മങ്ങൾ. പിന്നെയോ ദിവാച അർത്ഥൈകയ. നേരം വെളുത്താൽ 5 മണി വരെ ഓട്ടവ എന്നാ ഉണ്ടാക്കാൻ? അർത്ഥൈകയ, ധനസമ്പാദനത്തിന് ഓടി നടക്കുന്നു. കുടുംബ ബാക്കിയുള്ള സമയോ മക്കളെയും വളർത്തി കുടുംബ ഭരണം ഇത്യാദി. പിന്നെയോ ദേഹ അവത്യ കളത്രാദിഷു ആത്മസൈനേഷു അസത്സ്വഭി തേഷാം ഭ്രമത്തോ നിധനം പശ്യന്നവി ന പശ്യതി. പിന്നെ എന്താണ്? ദേഹം, ശരീരം, കളത്രം, ഭാര്യ, അപത്യം, സന്താനങ്ങൾ, ഈ വിഷയങ്ങളിലൊക്കെ ആത്മം തന്നെ, ശരീരം, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് ഇതൊക്കെ ആരാന്നാ പറഞ്ഞത്? അസത്സ്വഭി. ഇതുകളെല്ലാം അസത്തുക്കളുവാ. ഏതാ? ഭാര്യ എന്താന്നാ പറഞ്ഞത്? അസത്താന്ന. അത് ശരി, എപ്പോഴും പറയാറുണ്ട് എൻ്റെ ഭാര്യ മഹാ. അസത്തെന്ന് പറഞ്ഞാൽ സത്യമല്ലാത്തത് എന്നാണ്, നശിക്കുന്നതാ ഒരിക്കൽ. മക്കളും എല്ലാം എന്താണ്? മരിച്ചു പോകുന്ന. എന്നിട്ടോ ഇതിനെല്ലാം പ്രമത്തനായിട്ട് എന്ത് ചെയ്യുന്നു? കാണേണ്ടതിനെ കാണാതെ ഇങ്ങനെ പശ്യന്നവി ന പശ്യതി. കാണേണ്ടുന്നതിനെ, അറിയേണ്ടുന്നതിനെ അറിയാതെ നടക്കുന്നു. അതുകൊണ്ട് പറയാം തസ്മാത് ഭാരത സർവാത്മാ ഭഗവാൻ ഈശ്വരോ ഘൈ ശ്രോതവ്യ കീർത്തിതവ്യശ്ച സ്മർത്തവ്യശ്ചേത് ശതാഭയം. അറിയാണ്. അതുകൊണ്ട് ഇതെല്ലാം നശിക്കുന്നതായോണ്ട് നശിക്കാതിരിക്കുന്ന ആരെക്കുറിച്ച് അറിയണം? ഭഗവാനെ കുറിച്ചറിയണം. ഭഗവാനെ കുറിച്ച് പറയണം, കേൾക്കണം, കീർത്തിക്കണം, സ്മരിക്കണം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാമല്ലോ. അത് ചെയ്യണം എന്നർത്ഥം. അത് തന്നെയാണ് ഭാരത സർവാത്മ. എല്ലാ ശരീരങ്ങളിലും ഈ ഭഗവാനാണെന്ന് അറിഞ്ഞുകൊണ്ട് സകല വിഷയങ്ങളും ഭഗവാനെ കുറിച്ച് കേൾക്കാനും സ്മരിക്കാനും ഭഗവാന്റെ കാര്യങ്ങൾ നാവുകൊണ്ട് ഉച്ചരിക്കുവാനുമായിട്ട് ചിലവാക്കണം. അതുകൊണ്ട് ഏതാവാൻ സംഖ്യയോഗാഭ്യാം സ്വധർമ്മ പരിനിഷ്ഠയ ജന്മലാഭ പരപുംസോ അന്തേ നാരായണ സ്മൃതി. അതുകൊണ്ട് ഒറ്റ കാര്യം പറയാം. ഇങ്ങനെയുള്ള നേട്ടങ്ങളിലൂടെയൊക്കെ നേടിയിട്ട് അവസാനം ഒരുവന്റെ ജന്മലാഭം എന്ന് പറയുന്നത് അവസാന സമയത്ത് ആരെ ഓർത്തുകൊണ്ട് ശരീരം ഉപേക്ഷിക്കാൻ കഴിയണം? ഭഗവാനെ. ഇപ്പൊ എളുപ്പമായില്ലേ കാര്യങ്ങൾ? എന്താ സപ്താഹത്തിൽ നിന്ന് കേട്ടത്? മരിക്കാൻ നേരത്തെ അവസാനം ആരെ ഓർത്താ മതി? അപ്പൊ പിന്നെ ഭാഗവതം കേൾക്കേണ്ട കാര്യമില്ലല്ലോ. ആൻസർ കിട്ടി. പക്ഷെ കുഴപ്പം എന്താണെന്നറിയാവോ? ഈ മരിക്കാൻ കിടക്കുമ്പോ ഇത് നേരെ നിൽക്കുമെന്ന് ഉറപ്പുവല്ലോ ഉണ്ടോ? മിക്കവാറും കിടക്കുന്നത് ICUവിലായിരിക്കും. അവിടെ കിടന്നുകൊണ്ട് നാമം ജപിക്കാൻ സമയമുണ്ടോ? ഡോക്ടർമാർ പറപ്പിക്കും. അപ്പോ ആ സമയത്ത് എൻ്റെ ബുദ്ധി നേരെ നിൽക്കണമെങ്കിൽ ആരുടെ അനുഗ്രഹം വേണം? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മരിക്കുന്നതിന് മുമ്പ് വേണം ഭാഗവതവും രാമായണവും വായിച്ച് കേൾപ്പിക്കാൻ. പക്ഷെ നമ്മൾ കേൾപ്പിക്കുന്നത് ആരെയാ? മരിച്ചയാളിനെ അല്ല, വരുന്ന നാട്ടുകാരെയാ. ഒരു പ്രയോജനവും ഇല്ല. ഈ മനുഷ്യനാ കേൾക്കേണ്ടത്. അതുകൊണ്ട് ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജന്മസാഫല്യം, ജന്മലാഭ പുംസാം പരോധർമ്മ അന്തേ നാരായണ സ്മൃതി. ഭഗവാന്റെ ഓർമ്മകളിലൂടെ ഈ ശരീരത്തെ ഉപേക്ഷിക്കാൻ കഴിയണം. എന്താണ്? അതുകൊണ്ട് അത് ഭഗവാനെ ലഭിക്കുവാനായിട്ടുള്ള ആ കാര്യങ്ങളെ പറ്റി അങ്ങേക്ക് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞപ്പോഴാണ് രാജാവ് ചോദിച്ചു, അല്ലോ ഭഗവാനെ, എനിക്കൊരു ചോദ്യമുണ്ട്. ആട്ടെ, ഈ സൃഷ്ടി ഭഗവാനാണല്ലോ സൃഷ്ടികർത്താവ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ സൃഷ്ടികളൊക്കെ എങ്ങനെയാണ് ഉണ്ടായത്? ഏതൊരു സൃഷ്ടി നടക്കണമെങ്കിലും അടിസ്ഥാനമായിട്ട് ഒരു വസ്തു വേണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, റബ്ബർ ചെരുപ്പ് എന്നുള്ള ഒരു സൃഷ്ടി ഉണ്ടാകണമെങ്കിൽ
അടിസ്ഥാന വസ്തു എന്ന് പറയുന്നത് റബ്ബർ പാല. അങ്ങനെയാണെങ്കിൽ ഓരോ സൃഷ്ടിക്കും, പ്രപഞ്ച സൃഷ്ടിക്കായിക്കോട്ടെ, നമ്മുടെ ഇൻഡിവിജ്വൽ സൃഷ്ടികൾക്കായിക്കൊള്ളട്ടെ, ഇതിന് അടിസ്ഥാനമായ ഒരു വസ്തു വേണം. അതിന് പറയുന്ന പേരാണ് ദ്രവ്യം. പിന്നെയോ ഈ സൃഷ്ടി നടക്കണമെങ്കിൽ ഒരു സ്ഥലം വേണം. സ്ഥലമില്ലാത്തടത്ത് നടക്കില്ല. അതിന് പറയുന്ന പേരാണ് ദേശം. പിന്നെയോ ഏത് സൃഷ്ടി നടക്കണമെങ്കിലും സമയം അത്യന്താപേക്ഷിതമാണ്. അതിന് പറയുന്ന പേരാണ് കാലം. ആ ദ്രവ്യങ്ങൾ തമ്മിൽ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അതിനൊരു മാറ്റം സംഭവിക്കും. ആ മാറ്റത്തിന് പറയുന്ന പേരാണ് സ്വഭാവം. പിന്നെ അതിലേക്ക് ആത്മചൈതന്യം കൂടി വന്നു കഴിയുമ്പോൾ അതിൻ്റെ പ്രതിബിംബവും കൂടി ഉണ്ടാവും. അതിന് പറയുന്ന പേരാണ് ജീവൻ. ഇപ്പം എന്തൊക്കെയായി? ദ്രവ്യം, കർമ്മമുണ്ട്, ഈ പ്രവർത്തനം, ദ്രവ്യം, കർമ്മം, കാലം, ദേശം, സ്വഭാവം, അടുത്ത് ആത്മചൈതന്യം, ഈശ്വരൻ, ജീവൻ. ഇത്രയും വിഷയങ്ങളെ കൊണ്ടേ ഒരു സൃഷ്ടി നടക്കും. അർത്ഥാൽ ഇവിടെ ദ്രവ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പഞ്ചഭൂതങ്ങൾ. ഏതൊക്കെയാ പഞ്ചഭൂതങ്ങൾ? വേഗം പറ. ആകാശം, വായു, ജലം, ഭൂമി. കാര്യമെല്ലാം വന്നു. പക്ഷെ പറഞ്ഞത് മുഴുവൻ അക്രമമായിപ്പോയി. എങ്ങനെയാ പറയേണ്ടത്? ക്രമത്തിൽ പറയണം. ഏതാദ്യം? ആകാശം, 2 വായു, 3 അഗ്നി, 4 ജലം. ഇങ്ങനെ വന്നാലോ, അല്ലെങ്കിൽ അവരോഹണക്രമം. ഞങ്ങള് ഉപനിഷത്തിൽ പഠിക്കുക പൃഥ്വി വായുരാകാശ അത് ഇനി പഞ്ച, അല്ലെങ്കിൽ തിരിച്ചു പറയും, റിവേഴ്സിൽ പറയും. ഇങ്ങനെയാ പറയേണ്ടത്. കാരണം എന്താണ്? ക്രമം അല്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ആദ്യം ഉണ്ടായത് ഏതാണ്? ആകാശം. ആകാശത്തിൽ നിന്നുമാണ് വായു, വായുവിൽ നിന്നാണ്. ഇങ്ങനെയാണ്. ഞാൻ ഡീപ്പായിട്ടൊന്നും പോകുന്നില്ല. പറയും പരമാത്മസ്വരൂപാത് ആകാശ സമ്പന്ന ആകാശാത് വായുഹോ വായോരഗ്നികി അഗ്നേരാപക അഭ്യപൃഥ്വി. ഇതാണ് ഉപനിഷത്ത്. ഈ ക്രമത്തിൽ ഈ 5 എണ്ണം, ഈ 5 എണ്ണം ഇനി, കാരണം നാളെ കാവിലം പറയുമ്പോൾ പ്രകൃതി ഉണ്ടായത് എന്താണെന്ന് വിസ്തരിച്ച് പറയും. അപ്പോൾ ഇത് ബാക്കി അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് വരും. ആ ദ്രവ്യം ഈ പഞ്ചമഹാഭൂതങ്ങളിലെയും ഓരോന്നിലും ആദ്യത്തേത് മാത്രം പരമാത്മസ്വരൂപത്തിൽ നിന്നാണ് ആകാശമെന്ന പഞ്ചഭൂതം ഉണ്ടായതുകൊണ്ട് ആ പഞ്ചഭൂതത്തിൽ ആകാശത്തിൻ്റെ തന്മാത്ര മാത്രമേ ഉണ്ടാവൂ. അല്ലെങ്കിൽ ആകാശമെന്ന് പറഞ്ഞാൽ ഈ ശബ്ദമാണ്. ഈ കാണുന്ന ഏതല്ല. നമ്മൾ ആകാശം എന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുക്കുന്ന ഏതിനെയാ? ഇത് മേഘവാ, ഇത് ആകാശമല്ല. ആകാശമെന്ന് പറയുന്നത് ശബ്ദതരംഗങ്ങൾ അന്തരീക്ഷത്തിൽ നിൽക്കുന്നതാണ്. ഏത്? ആകാശം. ആകാശത്തിൽ നിന്ന് വായു. അപ്പോൾ വായുവിനകത്ത് ഏതിൻ്റെ തന്മാത്രയും കൂടെ കാണും? ആകാശത്തിന്. അപ്പം 2 തന്മാത്രകൾ കാണുമെന്നർത്ഥം. അങ്ങനെയല്ലേ? H2O ആണ് ആര്? വെള്ളം. ആ വെള്ളത്തിൻ്റെ തന്മാത്ര എടുത്താൽ ആരുടെയൊക്കെ കാണും? ഹൈഡ്രജനും ഓക്സിജനിൽ നിന്നും ചേർന്നപ്പോഴാണ് ഉണ്ടായെന്ന് പറഞ്ഞതുപോലെ ആകാശത്തിൽ നിന്ന് വായു ഉണ്ടായതുകൊണ്ട് വായുവിൽ ആരുടെ? ആകാശത്തിൻ്റെയും വായു. വായോരഗ്നികി, വായുവിൽ നിന്നാണ് അഗ്നി ഉണ്ടായത്. അപ്പോൾ അഗ്നിക്കകത്ത് 3 തന്മാത്രകൾ കാണും. ആകാശത്തിൻ്റെ ഉണ്ടാവും. മനസ്സിലായോ? ഇങ്ങനെ 5 എണ്ണവും വരുമ്പോൾ അവസാനം വരുന്ന ഭൂമിയിൽ എന്തുണ്ടാവും? ബാക്കി 4 പഞ്ചഭൂതങ്ങളും ഉണ്ടാവും. ഇതിന് പറയുന്ന പേരാണ് ഈ ബന്ധങ്ങൾ. ഒന്നിൽ നിന്ന് ഉണ്ടായതായിട്ട് പറയുന്നു. അങ്ങനെ ഇവ തമ്മിൽ ഈ ഓരോ പഞ്ചഭൂതങ്ങളിലും 3 ഗുണങ്ങളുണ്ടെന്നാണ്. സത്വഗുണം,
രജോ ഗുണം, തമോ ഗുണം. ഈ പഞ്ചഭൂതങ്ങള് ഒരു സൃഷ്ടികർമ്മം നടക്കാൻ നേരത്ത് പഞ്ചഭൂതങ്ങൾ തമ്മിൽ ചേരും. ആ ചേരുന്ന സമയത്ത് സത്വഗുണങ്ങളെല്ലാം കൂടെ 5 പഞ്ചഭൂതത്തിൻ്റെയും ഒരുമിച്ച് കൂടും. രജോ ഗുണങ്ങളെല്ലാം കൂടെ എന്ത് ചെയ്യും? ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കും. തമോ ഗുണങ്ങളെല്ലാം കൂടെ അങ്ങനെ അവര് യൂണിറ്റിയാ, അവരുടെ ആളുകളുമായിട്ട് അവര് കൂടത്തുള്ളൂ. കോട്ടയത്ത് ടൗണിൽ ഒരു 5-6 സ്ഥലത്ത് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ കുറഞ്ഞു. അപ്പോൾ ഓരോ ക്ലാസ്സുകൾക്കും എന്തുണ്ട്? ഓരോ നാരായണീയ സംഘങ്ങളുണ്ട്. ഇവിടെ ഉണ്ടോ എന്നാൽ ഞാൻ പറയുന്നില്ല. ഉണ്ടോ? എന്നാൽ അത് ഇവിടുത്തെ അല്ല കേട്ടോ. അപ്പോൾ ഈ നാരായണീയ സംഘക്കാര് എല്ലായിടത്തും ഉണ്ട്. ഭംഗിയായിട്ട് വായിക്കുന്നവരുവാ, മോശക്കാർ ആയിക്കോട്ടെ, സന്തോഷം. അവിടെ ഒത്തിരി ഉണ്ട്, 5-6 ഉണ്ട്. അമ്പലം കൃഷ്ണൻ്റെ അമ്പലമുണ്ട്, തിരുനക്കരയിലുണ്ട്, സായിയുടെ ഉണ്ട്, അതുകൂടാതെ ശിവാസുകാരുടെ ഗ്രൂപ്പുണ്ട്, വേറെ ഉണ്ട്, ഇങ്ങനെ ഒത്തിരി ഉണ്ട്. ഇവിടെ എല്ലാം ഞാൻ പോകാറുമുണ്ട് ഓരോ ക്ലാസ്സിൽ. അപ്പോൾ ഒരു ദിവസം കോട്ടയത്ത് നമ്മുടെ സ്വാമിയാർ മഠത്തിൽ നാരായണീയ സത്രം. അപ്പോൾ അതിനൊരു ദിവസം എൻ്റെ പ്രഭാഷണമുണ്ട്. അപ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് കഴിഞ്ഞ് ലീവ് എടുത്തിട്ട് ഈ പ്രഭാഷണത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ചെല്ലുക. അപ്പോൾ കൃഷ്ണൻ്റെ അമ്പലത്തിൽ ബേസ് ചെയ്തുകൊണ്ട് വായിക്കുന്ന ഒരു 10-75 വയസ്സുള്ളൊരു അമ്മൂമ്മ. അപ്പം ഞാൻ വണ്ടി മേളിക്കൊണ്ട് പാർക്ക് ചെയ്യാൻ താഴെ സൗകര്യം, അത് മേളിക്കൊണ്ടിട്ടിട്ട് പതുക്കെ താഴോട്ട് ഇറങ്ങി ചെല്ലുക. അപ്പോൾ ഈ അമ്മ തിരിച്ചു വരുന്നു. അപ്പം ഞാൻ, അമ്മ എന്താ പോവാണ്, പ്രഭാഷണത്തിനൊന്നുമില്ല. അപ്പോൾ ആകെപ്പാടെ കരഞ്ഞാണ് വരുന്നത്. ഞാൻ ചോദിച്ചു, അതെന്താ അമ്മ പോകുന്നേ? നാരായണീയത്തിനിരിക്കാൻ. ഇല്ല സാറേ, ഞാൻ വായിക്കുന്നില്ല. അന്ന് ഞാൻ ചെന്ന് പറ്റി, അല്ല ഇന്ന് അവരെന്നെ കൂട്ടത്തിൽ കൂട്ടിയില്ല. ഞാൻ ചോദിച്ചു, അതെന്ത് പറ്റി? നിങ്ങളെല്ലാം ഒരുപോലെ. അത് എൻ്റെ സാറേ എന്നാ പറയാനാ, എനിക്കൊരബദ്ധം പറ്റിയത്. എന്നാ, ഇന്ന് നാരായണീയ പാരായണത്തിന് ചെല്ലുമ്പോൾ എന്തു വേണം? കൃഷ്ണൻ ഒരല് വലിച്ചുകൊണ്ട് പോകുന്ന പടമുള്ള സെറ്റ് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. ഇന്ന് എൻ്റെ സെറ്റിൽ ആരൊരല് വലിച്ചില്ല, സാധാരണ ഒരു കരയായിരുന്നു. അതുകൊണ്ട് അവർ പറഞ്ഞു ഇന്ന് ചേച്ചി ഇരിക്കണ്ടെന്ന്. കാര്യം എന്താ? ഞങ്ങളെല്ലാവരുടെ ഒരുമിച്ച്, അതാ ഇവിടെയും പറഞ്ഞത്, ഒരേ വിഭാഗക്കാരെ. മനസ്സിലായല്ലോ? ഏതായാലും സത്വഗുണങ്ങളെല്ലാം കൂടെ ചേരും, രജോ ഗുണങ്ങളെല്ലാം കൂടെ ചേരും. എന്നിട്ട് ഇവര് തമ്മിൽ എന്ത് ചെയ്യും? ഒരു ആക്ഷൻ നടക്കും. ഈ ആക്ഷന് പറയുന്ന പേരാണ് കർമ്മം. അങ്ങനെ ആ കർമ്മം നടക്കാൻ ഒരു പ്രതലം വേണം, അതിന് ദേശമെന്നും പറയും. ഇവ തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഈ 3 വ്യത്യസ്തമായ ചേർച്ചകൾ കൊണ്ട് ഇതൊരു മൂന്നാമതൊരു പ്രൊഡക്റ്റായി മാറും. ആദ്യത്തേതിൻ്റെ എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു വേറെ ഭാവത്തിൽ അതിന് പറയുന്ന പേരാണ് സ്വഭാവം. പാലും മോരും കൂടെ തലേ ദിവസം എന്ത് ചെയ്യും? ഉറയൊഴിക്കും. ഇപ്പം പറഞ്ഞുതരാം. പാലിനകത്തും മോരിനകത്തും പലതരത്തിലുള്ള ആസിഡ് ലായനികൾ ഉണ്ട്. അവരോരോരുത്തരും ഒരേ കൂട്ടർ തമ്മിൽ പ്രവർത്തിക്കും. എന്നിട്ട് മൂന്നാമതൊരു സാധനം ഉണ്ടാവും, അതിൻ്റെ പേരാണ് തൈര്. ആണോ? ഈ തൈരായി മാറാൻ വൈകിട്ട് 10 മണിക്കാണ് ഉറയൊഴിച്ചതെങ്കിൽ 4 മണിയെങ്കിലും ആകുമ്പോഴല്ലേ ഉറ കൂടി തൈരാവും. ആ 10 മണി തൊട്ട് 4 മണി വരെയുള്ള അതിന് പറഞ്ഞ പേരാ നമ്മൾ ഏത് കാലം. ഇവ തമ്മിൽ ചേർന്ന് പ്രവർത്തിച്ച് തൈരിനുണ്ടായ സ്വാഭാവികമായ മാറ്റമാണ് അതിൻ്റെ സ്വഭാവം. ഇത്രയുമായി ഇതൊക്കെ സൃഷ്ടിയുടെ പ്രാരംഭത്തിൽ വയറ്റിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. അതുകൊണ്ട് നമുക്കിപ്പോൾ അതിനെ ആ തരത്തിൽ അങ്ങോട്ട് കാണാനായിട്ടുള്ള ആ വ്യാപ്തിയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. എങ്കിൽ പോലും ഇവയെല്ലാം കൂടെ ഒരു പ്രതലമായി ഇത്രയുമായി കഴിയുമ്പോൾ ഭഗവാൻ തന്നെ എന്ത് ചെയ്യും? ഇതിലേക്ക് പ്രവേശിക്കണം, ഇതിനെ സൃഷ്ടിക്കണം എന്നുള്ളൊരു തോന്നലുണ്ടായിട്ട് അതിലേക്ക് ഭഗവാൻ തൻ്റെ ഒരു പ്രവൃത്തി വെക്കണം. അതിന് പറയുന്ന ഈക്ഷണം എന്നാ പറയുക. ആ ഈക്ഷണം വഴി ഭഗവാൻ തന്നെ തൻ്റെ ഉള്ളിലുള്ള പുരുഷനെ കൊണ്ട് ഇതിലേക്കൊരു വീര്യത്തെ പ്രവേശിപ്പിക്കും.
ആ വീര്യത്തെ പ്രവേശിപ്പിച്ച് കഴിയുമ്പോൾ ഈ ഉണ്ടായ പ്രതലത്തിന് പിന്നെ പ്രകൃതി എന്നൊക്കെ പറയും, ഞാൻ അങ്ങോട്ടൊന്നും പോണില്ല. അതിലേക്ക് വന്ന് പ്രവേശിച്ച് കഴിയുമ്പോൾ അതിന് പറയുന്ന പേരാണ് അവ്യക്തം, അല്ലെങ്കിൽ അദൃഷ്ടം എന്ന് ശാസ്ത്രം പറയും. ഇനിയും അതിലേക്ക് ആരുടെ ആവിർഭാവം കൂടെ വേണം? ഭഗവത് അതാണ് ഈശ്വരൻ. ഈശ്വരൻ അതിലേക്ക് പ്രവേശിക്കാനായിട്ട് വരുമ്പോൾ പ്രവേശിക്കത്തില്ല. പ്രവേശിക്കാനായിട്ട് വരുമ്പോൾ തന്നെ ആ ഈശ്വരന്റെ പ്രതിബിംബം ആ പ്രതലത്തിൽ പ്രതിബിംബിക്കും. ആ പ്രതിബിംബത്തിന് പറയുന്ന പേരാണ് ജീവൻ. അതുകൊണ്ടാണ് ഇത് സമഷ്ടിയിൽ പറയുന്നു. ഇത് വ്യക്തിഗതമായി വരുമ്പോഴോ ഒരു അണ്ഡവും ബീജവും. ഇവ തമ്മിൽ ഇതിൽ പലതരത്തിലുള്ള 3 തരത്തിലുള്ള ഗുണങ്ങളോടുകൂടിയ മിശ്രണങ്ങളൊക്കെയുണ്ട്. ഈ അണ്ഡവും ബീജവും കൂടെ അങ്ങോട്ട് ചേർന്നിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. ആ പ്രവർത്തനം തുടങ്ങിയാലും അതിനാണ് ഡോക്ടർമാർ സയൻസിൽ പറഞ്ഞത് കൺസീവ് ആയിട്ടുണ്ടെന്ന് പറയും. ശരിയാണോ? ആ ഡോക്ടർ ഉണ്ടല്ലോ അവിടെ, ഇല്ലേ? പക്ഷെ എങ്കിലും ഡോക്ടർ പറയാറായെന്ന് പറയുമോ? ഇല്ല. അപ്പോഴാണ് ആര് തീരുമാനിക്കേണ്ടത്? ഈ കൺസീവായ ഈ കോശത്തിന് ജീവാംശം നൽകണം. അപ്പോഴത്തേക്ക് ആരങ്ങോട്ട് വരും? അങ്ങേര് വരണം. അതാ ഡോക്ടർമാരും പറയും പ്രാർത്ഥിക്ക് ഉണ്ടാവും എന്ന് പറയും. അപ്പോഴും ചോദിക്കും ഡോക്ടറെ വല്ലതും ആയോ? ഇപ്പൊ പറയാൻ പറ്റത്തില്ല, ബ്രീത്തിങ് ആവണം എന്ന് പറയും. ശരിയാണോ അല്ലയോ? ഇപ്പൊ ബ്രീത്തിങ് ആകുന്നതിന് മുമ്പ് ഇതേതവസ്ഥയിലായി? ഒരു കോശാവസ്ഥയിലായതേ ഉള്ളൂ. ഇപ്പോഴും അതിലാരില്ല, ജീവഭാവം. അതാണ് അവർ പറയുന്നത് ബ്രീത്തിങ് എന്ന്. ഈ ബ്രീത്തിങ് വരുന്നതിനാ നമ്മൾ പറയുന്നത് ആരുടെ ചൈതന്യം വരിക? ആ ഭഗവത് ചൈതന്യം അതിലേക്ക് പ്രവേശിക്കാൻ വരുമ്പോൾ അതിലേക്ക് ആര് വന്നു? ജീവഭാവം വന്നു കഴിയുമ്പോൾ ആ കോശം എന്ത് ചെയ്യാൻ തുടങ്ങും? സ്പന്ദിക്കാൻ തുടങ്ങും. ഇത് വ്യഷ്ടിയില്. മറ്റേത് പറഞ്ഞത് ഈ പ്രപഞ്ച സൃഷ്ടി ഇങ്ങനെയാണ് നടന്നത്. ഭഗവത് സ്വരൂപത്തിൽ നിന്നുണ്ടായ ഇത് ഇങ്ങനെ ആ ചൈതന്യം കൂടി അതിൽ പ്രവേശിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സൃഷ്ടിയുടെ ഒരു ഔട്ട്ലുക്ക് മാത്രമേ ഞാൻ ഇങ്ങനൊരു വിഷയം ഇവിടെ ഉണ്ട്. കാരണം പറയുന്നുണ്ട്. അപ്പോ ഇതാണ് അവിടുത്തെ വിഷയം. പിന്നെ ബാക്കിയുള്ളത് ഈ പഞ്ചതന്മാത്രയും 24 തത്വങ്ങളെ കൊണ്ട് ശരീരം നിർമ്മിക്കുന്ന കാവിലത്തിൽ നാളെ പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും മനസ്സിലിപ്പോൾ അവിടെ നിൽക്കട്ടെ. ഏതായാലും അങ്ങനെ സൃഷ്ടി എങ്ങനെയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു. അതിനുശേഷം സാക്ഷാൽ ശുകബ്രഹ്മർഷി ഈ ഭാഗവതത്തിൻ്റെ ഒരു പാരമ്പര്യം പറയുകയാണ്. ഒരിക്കൽ നാരദ മഹർഷി തൻ്റെ അച്ഛനായിരിക്കുന്ന ബ്രഹ്മദേവനെ കാണുവാനായിട്ട് സത്യലോകത്ത് ചെന്നു. അതുവരെയും ബ്രഹ്മദേവനാണ് ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന ഈശ്വരൻ എന്നുള്ള ചിന്തയിലായിരുന്നു ആര് കഴിഞ്ഞത്? നാരദര്. കാരണം സൃഷ്ടികർത്താവാരാ? ബ്രഹ്മാവ്. അപ്പം അതിന് മുകളിലേക്ക് മറ്റൊരാൾ ഇല്ല. അതുകൊണ്ട് ബ്രഹ്മദേവനെ കാണുവാനായിട്ട് അവിടെ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച ബ്രഹ്മദേവൻ ആരാണ്ടെയോ തപസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ബ്രഹ്മദേവൻ മറ്റൊരാളെ തപസ് ചെയ്യണമെങ്കിൽ ബ്രഹ്മദേവനേക്കാൾ കൂടി ആരോ ഉണ്ടെന്ന് നാരദർക്ക് മനസ്സിലായി. അപ്പോൾ നാരദർ ചോദിച്ചു, അച്ഛാ അങ്ങ് ആരെയാണ് തപസ് ചെയ്തുകൊണ്ട് ഇരുന്നത്? അപ്പൊ പറഞ്ഞു, നീയും ധരിച്ചിരിക്കുന്ന ഇതെല്ലാം ചെയ്യുന്നത് ഞാനാണെന്ന്. ഞാനിതിനകത്ത് ഒരാളും അല്ല. സാക്ഷാൽ ഈ ജഗത്തിൽ കാണുന്ന സകലതിനെയും സൃഷ്ടിക്കാനുള്ള വെറും ഉപാദാന കാരണം മാത്രമാണ് ആര്? ഞാൻ. ഇതിൻ്റെ നിമിത്ത കാരണമായി വർത്തിക്കുന്നത് ആരാണ്? സാക്ഷാൽ ഭഗവാൻ. നിമിത്ത കാരണമല്ല, ഈ സൃഷ്ടി നടക്കുന്നതിനാവശ്യമായി നിൽക്കുന്ന ആളും സൃഷ്ടിക്കപ്പെടുന്നവയും സൃഷ്ടിക്ക് ഉണ്ടാക്കുന്ന വസ്തുക്കളും ആര് തന്നെയാണ്? ഈ ഭഗവാൻ. ഇങ്ങനെ ഒന്നും കേട്ടിട്ടുണ്ടോ? നീയല്ലോ സൃഷ്ടിയും
സൃഷ്ടാവായതും സൃഷ്ടിക്കുള്ള സാമഗ്രി ഏതിലെയാ? പറഞ്ഞ ആരാണ്ട്? നാരായണ ഗുരുദേവന്റെ ദൈവദശകം. നീയല്ലോ സൃഷ്ടിയും ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിന്നു ഞങ്ങളെ. ആവിതൻ അങ്ങനല്ലേ? നാവിതൻ അതാ പറഞ്ഞത്. അപ്പൊ ഈ സൃഷ്ടിക്കുന്ന സൃഷ്ടികളുമാര് തന്നെ, ഭഗവാൻ തന്നെ. ഇത് സൃഷ്ടിക്കാൻ ആവശ്യമായ വസ്തുക്കൾ, ദ്രവ്യം എവിടെന്നാ ഉണ്ടായത്? പഞ്ചഭൂതങ്ങൾ ഭഗവാനിൽ നിന്നാണ്. സൃഷ്ടിക്കുന്ന ഓരോന്നും ആരാ അതിനകത്ത് ചൈതന്യമായിട്ട് കയറിയത്? അപ്പൊ കാണുന്നതെല്ലാം ആര്? അതുകൊണ്ടാണ് ശാസ്ത്രം പറഞ്ഞത് സർവാംഗാലുഹിതം ബ്രഹ്മ. ഇത് ബ്രഹ്മമാണ്. അതുകൊണ്ട് ഇവിടെ ഞാനല്ലാത്തതായിട്ട് ഒന്നുമേയില്ല എന്ന് പറഞ്ഞത്. ഏതായാലും ഈ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നാരദരോട് പറഞ്ഞു, നിനക്കറിയുമോ, ആദ്യത്തെ ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഭാഗമാണ് ഈ പറയുന്ന ബ്രഹ്മദേവൻ. ആദ്യത്തെ ബ്രഹ്മദേവൻ അല്ല. പിന്നെയോ രണ്ടാമത്തെ ബ്രഹ്മദേവനാണ്. അതുകൊണ്ട് ഉറപ്പിച്ചോണം, ആദ്യത്തെ ബ്രഹ്മദേവൻ വന്നുപോയി, രണ്ടാമത്തെ ബ്രഹ്മദേവനാണ്. രണ്ടാമത്തെ ബ്രഹ്മദേവന്റെ ദ്വിവരാർത്ഥകാലമാണ്. 2 വരാർത്ഥങ്ങളാണ് ബ്രഹ്മദേവന്റെ ആയുസ്. ഇതൊക്കെ ഇച്ചിരി വിഷയമാണ്. അതിൽ 50 വയസ്സ് വരെ പൂർവ്വവരാർത്ഥവും രണ്ടാമത്തേത് ദ്വിവരാർത്ഥവുമാണ്. അപ്പൊ 50-ാമത്തെ വയസ്സ് വരെ ഏത് വരും? ആദ്യ പരാർത്ഥം. 51 തൊട്ട് ദ്വിവരാർത്ഥം. ഇപ്പം നമ്മൾ രണ്ടാമത്തെ ബ്രഹ്മദേവന്റെ തൃതീയത്തിൽ ഇനി വരും. രണ്ടാമത്തെ ബ്രഹ്മദേവന്റെ ദ്വിവരാർത്ഥത്തിലെ ആദ്യത്തെ പകലിലുള്ളവരാ. ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇപ്പോഴത്തെ ബ്രഹ്മദേവന് വയസ്സ് 52. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പകൽ റണ്ണിങ്. ഈ സമയത്ത് നടക്കുന്ന കാര്യങ്ങളാ ഇപ്പൊ പറയും. അല്ലെങ്കിൽ ഈ സമയത്തല്ല, ഇദ്ദേഹത്തിന്റെ 1ാമത്തെ വയസ്സാരംഭിച്ചത്. അപ്പൊ ആദ്യം ഒരു സൃഷ്ടി ഉണ്ടായി. ആ സൃഷ്ടി ഉണ്ടായിട്ട് അവിടെ ഒരു പ്രളയം നടന്നു. ആ പ്രളയത്തിന് ശേഷം ഒരു താമര ഉണ്ടായി. ആ താമരയിൽ രണ്ടാമത്തെ ബ്രഹ്മദേവൻ സൃഷ്ടിച്ചു. ഈ താമരയും ഇനിയും പോകും അടുത്ത പ്രളയത്തിൽ. അതിൽ ആദ്യത്തെ സൃഷ്ടിക്ക് പറഞ്ഞ പേരാണ് പ്രാകൃത സൃഷ്ടി. ആദ്യത്തെ പ്രളയത്തിന് പറഞ്ഞ പേര് പ്രാകൃത പ്രളയം. അതിനുശേഷം നൈമിത്തിക സൃഷ്ടിയും നൈമിത്തിക പ്രളയവും വരും. അങ്ങനെയുള്ള ഈ ആദ്യത്തെ ബ്രഹ്മദേവന്റെ കാലം കഴിഞ്ഞു. സകല സൃഷ്ടികളെയും ഭഗവാൻ തൻ്റെ ഉള്ളിലേക്ക് തന്നെ എന്ത് ചെയ്തു? ലയിപ്പിച്ചു. ഈ ലയിപ്പിക്കുന്നതിന് പറയുന്ന പേരാണ് ഏത്? പ്രളയം. പ്രകർഷേണ ലീയത്തെ ഇതി പ്രളയ. പ്രളയം നടക്കുമ്പോൾ സൃഷ്ടികൾ ഇല്ല. സൃഷ്ടികൾ നടക്കുന്ന സമയത്തിന് പറയുന്ന പേരാണ് കൽപ്പം. സൃഷ്ടികൾ എപ്പോൾ നടക്കും? ബ്രഹ്മദേവന്റെ പകൽ സമയത്താണ് സൃഷ്ടി നടക്കുക. അതേപോലെ തന്നെ ബ്രഹ്മദേവന്റെ രാത്രി സമയത്താണ് ഏത് നടക്കുക? പ്രളയം. അപ്പോൾ പിന്നെ സമയം അറിയേണ്ടി വരും. ബ്രഹ്മദേവന്റെ ഒരു പകല് എന്ന് പറയുന്നത് 1000 ചതുരയുഗമാണ്. അയ്യോ എന്നൊന്നും വെച്ചിട്ട് കാര്യമില്ല. ഇപ്പം നമ്മളെ വയസ്സ് എത്രയാ? ആയുസ് പരമാവധി 100. നമുക്ക് 100 വയസ്സാണ് ഏത് ആയുസ്. ഇത് കേട്ടിട്ടൊരു പൂച്ച പറയോ, അയ്യോ 100 വയസ്സോ മനുഷ്യർക്ക്? കാരണം പൂച്ചയുടെ വയസ്സാകെ 10 വയസ്സൊക്കെ കാണുള്ളൂ. അത് വെച്ചുകൊണ്ട് അവൻ നമ്മളെ അളന്നത്. അതുകൊണ്ടാണ് നമ്മൾ അളക്കുമ്പോൾ ഓരോരുത്തരും അവരവരുടെ അളവ് കൊണ്ട് ഓരോരുത്തരെ അളക്കണം. ഈ സ്കെയിൽ മാറുന്നതാ കുഴപ്പം. 25,000 സ്ക്വയർ ഫീറ്റുള്ള വീട് A4 ഷീറ്റിൽ അടിച്ചു തരാറില്ലേ എഞ്ചിനീയർ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അതെങ്ങനാ? അതിനാണ് തുറന്നു നോക്കണം.
ആ എലിവേഷൻ്റെ മുകളിൽ സ്കെയിൽ എഴുതിയിട്ടുണ്ടാവും ഇല്ലേ, പ്ലാൻ തയ്യാറാക്കുമ്പോൾ. അതേപോലെ സകല ജീവികൾക്കും 100 വയസ്സ് ആയുസ്. പൂച്ചയ്ക്കും 100, പട്ടിക്കും 100, മനുഷ്യനും 100, ബ്രഹ്മദേവനും. പക്ഷേ എന്നെ അളക്കുമ്പോൾ എൻ്റെ വയസ്സ് കൊണ്ട് അളക്കണം, പൂച്ചയെ അളക്കുമ്പോൾ പൂച്ചയുടെ വയസ്സ് കൊണ്ട് അളക്കണം. പൂച്ചയ്ക്ക് 10 ആയത് എന്തുകൊണ്ടാണ്? എൻ്റെ അളവുകോല് കൊണ്ട്. അപ്പം എൻ്റെ അളവുകോല് കൊണ്ടാണ് നമ്മൾ ആരെ ഇപ്പം അളന്നത്? ബ്രഹ്മദേവന്. അതുകൊണ്ട് അയ്യോ എന്ന് വെച്ചു പോയി, അത്രയുള്ള കാര്യം. ഏതായാലും 1000 ചതുർയുഗമാണ്. ഈ 1000 ചതുർയുഗത്തിൽ 14 മനുക്കൾ ഭരിക്കും. അപ്പോൾ ഒരു മനുവിൻ്റെ കാലം ഏതാണ്ട് 71 സംതിങ് വരും. അത്രയും ചതുർയുഗമാണ് ഏത്? ഒരു മനുവിൻ്റെ ഭരണകാലം. അങ്ങനെ 14. അങ്ങനെ രണ്ടാമത്തെ ബ്രഹ്മദേവൻ്റെ വയസ്സിലെ ആദ്യത്തെ പകലില് ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ മനുവിൻ്റെ പേരെന്താണെന്നറിയാമോ? ശരിയാ, ഏതാണ്? വൈവസ്വത മനു വിവസ്വാൻ മനവേ പ്രാഹ മനുരിക്ഷ്വാകുവേ ബ്രവീതെന്ന് ഗീത. ഇപ്പോഴത്തെ ഇന്ദ്രനുണ്ട്. ഇപ്പോഴത്തെ ഇന്ദ്രന്റെ പേര് അറിയാവോ? ഇന്ദ്രൻ എന്നൊക്കെ ഒരു പോസ്റ്റാ. ഇപ്പോഴത്തെ ഇന്ദ്രന്റെ പേര് പുരന്തരൻ എന്നാണ്. ഇപ്പോഴത്തെ ബ്രഹ്മാവിന്റെ പേരറിയാവോ? ദ്വിതീയത്തിൽ വായിച്ചു, പാത്മം കൽപ്പമധോ ശൃണു. ഇപ്പോഴത്തെ ബ്രഹ്മാവിന്റെ പേര് പാത്മൻ എന്നാണ്. എവിടെ നിന്നുണ്ടായവൻ? പത്മത്തിൽ നിന്നും. പോട്ടെ, ഇവിടോട്ട് പോകുന്നില്ല. അപ്പോ ബ്രഹ്മദേവന്റെ പകലെന്ന് പറയുന്ന 1000 ചതുർയുഗമാണ്. അപ്പോഴാണ് സൃഷ്ടി. അങ്ങനെ ആദ്യത്തെ സൃഷ്ടി ലയിച്ചു കഴിഞ്ഞപ്പോൾ സകലതും ഭഗവാനിൽ തന്നെ വിലയം പ്രാപിച്ചു. ഭഗവാൻ യോഗനിദ്രയിൽ പ്രവേശിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ ആ കാലഘട്ടം കഴിഞ്ഞ് വീണ്ടും സൃഷ്ടിയുടെ ആരംഭം കുറിക്കുകയാണ്. സൃഷ്ടി ചെയ്യാൻ ഭഗവാൻ ഒരു സങ്കല്പം നടത്തി. അപ്പോഴാണ് ഭഗവാന്റെ നാഭിയിൽ നിന്നും ഒരു താമര അങ്ങോട്ട് ഉയർന്നു പൊങ്ങി. ആ താമരയിൽ ആ കൂട്ടത്തിൽ തന്നെ ഭഗവാന്റെ സങ്കല്പത്തിൽ നിന്നും സാക്ഷാൽ ബ്രഹ്മദേവനും ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഉണ്ടായ ബ്രഹ്മദേവൻ ധ്യാനമഗ്നായിരിക്കുകയാണ്. പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കിയപ്പോൾ കാണുന്നത് മുഴുവൻ എന്താ? അതിഭയങ്കരമായ പ്രളയജലം മാത്രം. ആ പ്രളയജലത്തിൽ എന്തു മാത്രമേയുള്ളൂ? താനിരിക്കുന്ന താമരയും താനും. അപ്പോൾ ബ്രഹ്മദേവനൊരു സംശയമുണ്ടായി. ഞാൻ എവിടുന്നുണ്ടായി? എങ്ങനെയുണ്ടായി? ഈ താമര ഇങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു ആധാരം, അധിഷ്ഠാനം നൽകിയ വേദാന്ത വാക്ക്, അധിഷ്ഠാനം ഉണ്ടാവണമല്ലോ. ഇതിൻ്റെ തുടക്കം ഉണ്ടായിരിക്കുമല്ലോ. അതിനു വേണ്ടിയിട്ട് എന്താ ഈ ബ്രഹ്മദേവൻ എന്ത് ചെയ്തു? ഈ തുടക്കം അറിയുന്നതിന് വേണ്ടിയിട്ട് സൂക്ഷ്മരൂപിയായിട്ട് എന്ത് ചെയ്തു? നേരെ ഈ താമരത്തണ്ടിലൂടെ യാത്രയാവുകയാണ്. ദീർഘം 10,000 വർഷം സംവത്സരം എന്നൊക്കെ നമുക്കൊന്നും നോക്കണ്ട. ദീർഘകാലം ഈ തണ്ടിലൂടെ യാത്ര ചെയ്തെങ്കിലും ഈ താമരയുടെ തുടക്കം കണ്ടുപിടിക്കാൻ ആരെ കൊണ്ടറിഞ്ഞില്ല? ബ്രഹ്മദേവൻ. നിരാശനായിട്ട് തിരികെ പോകാൻ തുടങ്ങിയപ്പോഴാണ് ഒരു അശരീരി വാക്ക് ഉണ്ടായിന്ന്. ഇവിടെ അശരീരി വാക്കുണ്ടായിന്നൊന്നും അല്ല പറയുന്നത്. ഇത്രാമത്തെ നമ്പർ അക്ഷരവും ഇത്രാമത്തെ നമ്പർ അക്ഷരവും ഇവിടെ കണ്ട ശ്ലോകത്തിലുണ്ട്. അക്ഷരവും ചേർത്ത് എടുക്കാനാ പറഞ്ഞത്. ആദ്യത്തെ നമ്പർ അനുസരിച്ചുള്ള അക്ഷരം തായ, അടുത്ത നമ്പർ അനുസരിച്ചുള്ള അക്ഷരം പായ. അത് രണ്ടും കൂടെ ചേർക്കുമ്പോൾ തപ എന്നാണ് വന്നത്. അതനുസരിച്ച് 10,000 വർഷം എവിടെ ഇരുന്ന് തപസ് ചെയ്തു? ഈ താമരത്തണ്ടിൽ ഇരുന്ന് തപസ് ചെയ്തു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ഞാൻ ആ വൈകുണ്ഠ ദർശനം കണ്ടു. ആ ഭഗവാനെ കണ്ടു, സ്തുതിച്ചു, പറഞ്ഞു, നീ എൻ്റെ നിർദ്ദേശമനുസരിച്ച് എന്ത് ചെയ്യുക? ഈ സൃഷ്ടികർമ്മങ്ങൾ നടത്തിക്കൊള്ളു. അവിടെ വെച്ച് സംവാദമുണ്ട്. ഈ സൃഷ്ടികർമ്മങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കർമ്മഫലങ്ങൾ എന്നെ ബാധിക്കില്ലേ?
അവിടെ വെച്ച് വെച്ച് എന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് നീ കർമ്മം ചെയ്താൽ ഇതിൻ്റെ ഫലമൊന്നും നിന്നെ ബാധിക്കില്ല എന്നൊക്കെ അവിടെ വെച്ച് പറഞ്ഞു.